ഇന്ന് ഞാനിവിടെ വറുത്തരച്ച കടലക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ കടല 8 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തെടുത്തതാണിത്. ഇത് നന്നായിട്ട് വാഷ് ചെയ്ത ശേഷം പ്രഷർ കുക്കറിൽ ഒരു 6 വിസിൽ വരെ ഇത് വേവിച്ചെടുക്കാം. കടല കുക്കറിലേക്ക് ഇട്ടിട്ട് കടല നികക്കെയുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടിട്ട് വേണം ഇത് കുക്കർ മൂടി 6 വിസിൽ വരെ വേവിച്ചെടുക്കുന്നത്. ഇത് വേകുന്ന കണക്ക് ഓരോരുത്തരുടെ കുക്കറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കടലക്കറിയുടെ അരപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു തേങ്ങ വറുത്തെടുത്ത് വച്ചിട്ടുണ്ട്. ഇത് ഞാൻ എണ്ണയൊന്നും ഇല്ലാതെ ഒരു തേങ്ങ തിരുമിയിട്ട് അത് ഇതുപോലെ ബ്രൗൺ കളറിൽ വറുത്തെടുത്തതാണ്. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോഴേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഞാനിവിടെ 4 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉള്ളി ഒന്ന് വഴണ്ട് വരുമ്പോഴേക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 2 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും 1/4 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. തീ കുറച്ചിട്ടിട്ട് വേണം ഇത് ഇളക്കിയെടുക്കേണ്ടത്, കരിഞ്ഞു പോകരുത്. ഈ പൊടികളൊന്ന് ചൂടായാൽ മതി. ഈ പൊടികൾ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ, ഈ തേങ്ങ വറുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, തീ കുറച്ചിട്ടിട്ട് വേണം നമ്മൾ ഈ തേങ്ങ വറുത്തെടുക്കേണ്ടത്. തേങ്ങ ഇതിലേക്കിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ തണുത്തിട്ട് ഈ തേങ്ങ കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് അരച്ചെടുക്കണം. മിക്സിയുടെ ജാറിലേക്ക് ഞാനിവിടെ തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ തേങ്ങ നികക്കെ വെള്ളം ഒഴിച്ച് ഇതൊന്ന് അരച്ചെടുക്കാം. തേങ്ങ ഞാനിവിടെ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് കറിയാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഗ്യാസ് ഓൺ ചെയ്ത് പാൻ വെച്ച ശേഷം അതിലേക്ക് ഈ അരച്ച അരപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. കടല ഇവിടെ ഞാൻ 6 വിസിൽ വരെ വേവിച്ചെടുത്തതാണ്. ഇനി ഇത് നമുക്ക് ഡ്രെയിൻ ചെയ്തെടുക്കാം. അരപ്പ് ഇവിടെ തിളച്ച് വരുമ്പോഴേക്ക് ഈ വേവിച്ച് ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന കടല ഇതിലേക്ക് ഇട്ട് ഇളക്കി കൊടുക്കാം. ചിലർ കടല വേവിച്ച വെള്ളം തന്നെ ഉപയോഗിക്കും. അങ്ങനെ ഉപയോഗിക്കുമ്പോഴേക്ക് കറി കറുത്തിരിക്കും. ഉപ്പ് നോക്കുക, ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇതിവിടെ തിളച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഓഫ് ചെയ്തിട്ട് ഇതിന് പുറത്ത് താളിച്ചൊഴിക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോഴേക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോഴേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ചു കൊടുക്കാം. ഇതോടൊപ്പം തന്നെ 1/4 ടീസ്പൂൺ ഉലുവ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് പൊട്ടി വരുമ്പോഴേക്ക് 2-3 വറ്റൽമുളക് ഇതിലേക്ക് മുറിച്ചിട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 3 ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ്. അത് ഇതിലേക്കിട്ട് ഒന്ന് വറുത്തെടുക്കാം. ഇതൊന്ന് ഫ്രൈ ആയി വരുമ്പോഴേക്ക് 2 തണ്ട് കറിവേപ്പിലയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ 1/4 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കറിക്ക് ചെറിയൊരു കളറ് വീണ്ടും കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി ഈ കറിയിലേക്ക് താളിച്ചത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം.
വറുത്തരച്ച കടലക്കറി ഇവിടെ തയ്യാറായി. ഇത് പുട്ടിൻ്റെയും അപ്പത്തിൻ്റെയും കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.